എല്ലാവർക്കും നമസ്കാരം. നോ ദ ബൈബിൾ എന്ന എപ്പിസോഡിൽ ഇന്ന് നമ്മൾ സംസാരിക്കുവാനായിട്ട് പോകുന്നത് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ജെറമിയ പ്രവാചകൻ തന്നെയാണ്. ഇനി ഇതിന് 52 അധ്യായങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ 51 അധ്യായത്തിനകത്തോട്ട് 51ാമത്തെ അധ്യായത്തിനകത്തോട്ട് വരുമ്പോൾ ജെറമിയാവിൻ്റെ പ്രവചനങ്ങൾ അവസാനിക്കുന്നു എന്ന് നമ്മൾക്കവിടെ കാണാം. എന്നാൽ 52ാം അധ്യായം പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്ന് പറയപ്പെടുന്നു. ഓക്കെ, എനിവേ എന്തായാലും ജെറമിയ പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ച കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജെറമിയ പ്രവാചകന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. തൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ദൈവം പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. കാരണം 1ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്കത് കാണുവാനായിട്ട് കഴിയും അല്ലേ. ദൈവം വിളിച്ച് വേർതിരിച്ചതും ഞാൻ ബാലനാണെന്ന് പറയുന്നതുമൊക്കെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ദൈവം എൻ്റെ വചനം നിന്റെ നാവിൽ തരുന്നു എന്നൊക്കെ പറഞ്ഞ് നാവിൻ്റെ മേൽ അധികാരം കൊടുത്ത് പ്രവചനാത്മാവിനാൽ നിറച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ച് ദൈവം ഇറക്കിയ ഒരു പ്രവാചകനാണ് ജെറമിയ പ്രവാചകൻ എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ ജെറമിയ പ്രവാചകനെ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലും കൂടി അദ്ദേഹം അറിയപ്പെടാറുണ്ട്. ഏത് പേരിലാണ്? കരയുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഈ ജെറമിയ പ്രവാചകനെ കരയുന്ന പ്രവാചകൻ എന്ന് പറയുവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം യെരുശലേമിൻ്റെ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ആ ഒരു മ്ലേച്ഛതയെക്കുറിച്ചും അല്ലെങ്കിൽ യെരുശലേമിൻ്റെ ആ ഒരു പതനത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരുപാട് കണ്ണുനീരൊഴുക്കിയ ഒരു പ്രവാചകനാണ്. ഇനി അതുകൂടാതെ അദ്ദേഹത്തെ നമ്മൾക്കറിയാം, ബാക്കി പ്രവാചകന്മാരെയൊക്കെ ഒരു പരിധി വരെയൊക്കെ ഇസ്രായേൽ മക്കൾ അംഗീകരിക്കുകയും അവരുടെ വാക്കുകൾ കേൾക്കുകയും ഒക്കെ ചെയ്തതാണ്. എന്നാൽ ഈ യെരമ്യ പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ചതൊക്കെ അവർക്ക് ഏറ്റെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് അനുകൂലമല്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ യെരമ്യ പ്രവാചകനെ അവർ ഒത്തിരി ദ്രോഹിക്കുകയൊക്കെ ചെയ്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അദ്ദേഹത്തെ കാവൽപ്പുര മുറ്റത്ത് അടച്ചിട്ടിരുന്നു എന്നും അവസാനം ബാബിലോണിലേക്ക് ഇവരെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ആ നെബൂഖദ്നേസർ രാജാവ് വന്നിട്ടാണ്, ആ രാജാവിൻ്റെ ആ സൈന്യമാണ് യെരമ്യ പ്രവാചകനെ അതിനകത്ത് നിന്നും ഒരു കുഴിയിൽ നിന്നും കയറ്റിയത്, അല്ലെങ്കിൽ ഇവർ അടച്ചിട്ടിരുന്ന ഒരു കുഴിയിൽ നിന്നും കയറ്റിയതെന്നൊക്കെ നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഈ യെരമ്യ പ്രവാചകൻ അങ്ങനെ 2 വിധത്തിൽ ഒരുപാട് കരഞ്ഞ ഒരു പ്രവാചകനാണ്. അദ്ദേഹം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ദൈവമേ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞോ എന്നൊരു സിറ്റുവേഷനിലോട്ട് വരെ ആരെത്തുന്നുണ്ട്? ജെറമിയ പ്രവാചകൻ എത്തുന്നുണ്ട്. കാരണം അത്രത്തോളം അദ്ദേഹം എന്ത് ചെയ്തു? സഫർ ചെയ്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, യെരുശലേമിനെ കുറിച്ച് അദ്ദേഹം സഫർ ചെയ്തു. 2, അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന തിക്താനുഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം വിലപിച്ചത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തെ അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? ഒരു വിലാപത്തിൻ്റെ പ്രവാചകൻ അല്ലെങ്കിൽ ഒരു കരയുന്ന പ്രവാചകൻ എന്ന് ജെറമിയ പ്രവാചകനെ പറയുവാനായിട്ടുള്ള കാരണം. ഓക്കെ, ഇനി നമുക്ക് അതറിയാം. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ തന്നെ യെരമ്യ പ്രവാചകന്റെ പുസ്തകത്തിലും യെരുശലേമിൻ്റെ ആ ഒരു പാപത്തെക്കുറിച്ചോ അവരുടെ ഒരു വിഗ്രഹാരാധനയെക്കുറിച്ചും മ്ലേച്ഛതയെക്കുറിച്ചൊക്കെ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും ഇല്ല എങ്കിൽ നിങ്ങൾ പ്രവാസത്തിലേക്ക് പോവുകയും അവിടെ നിങ്ങൾ കഷ്ടം അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ളതൊക്കെ ഇവിടെ യെരമ്യ പ്രവാചകന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇനി അതുകൂടാതെ പ്രവാസത്തിലേക്ക് ഇദ്ദേഹവും അവരുടെ കൂട്ടത്തിൽ പോകേണ്ടി വന്നു എന്നൊക്കെ നമ്മൾക്ക് കാണാം. എന്നിട്ട് അവിടെ ചെന്നിട്ടും ഇദ്ദേഹം പ്രവചിക്കുവാനായിട്ടിടയായി. അതായത് ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയപ്പോൾ തന്നെ അവിടെ കിടന്നും ഇദ്ദേഹം പ്രവചിക്കുവാനായിട്ടൊക്കെ ഇടയായി എന്ന് നമ്മൾക്ക് കാണാം. അവസാനം ദൈവം ഇവരെ കൈവിടത്തില്ലെന്നും ഇവരുടെ പ്രവാസം മാറ്റി ദൈവം ഇവരെ മടക്കി കൊണ്ടുവരുമെന്നും ദൈവത്തിന് ഇവരോട് കരുണ തോന്നുമെന്നും ഇസ്രായേൽ ജനത്തിനോട് കരുണ തോന്നുമെന്നുള്ളൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള വാഗ്ദത്തങ്ങളിലൂടെയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ യെരുശലേമിൻ്റെ പാപം അവർ മടങ്ങി വന്നാൽ ദൈവം സ്വീകരിക്കുന്നതും അവരുടെ പ്രവാസം മാറ്റി ദൈവം അവരെ മടക്കി കൊണ്ടുവരുന്നതും പൂർവ്വസ്ഥിതിയിലേക്ക് അവരെ കൊണ്ടുവരുന്നതും അതൊക്കെ യെരമ്യ പ്രവാചകന്റെ പ്രവചനത്തിലൂടെ ഈ പുസ്തകത്തിലൂടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലും ദൈവം തരുന്നത് ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ നമ്മളുടെ ജീവിതത്തിലും വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്നും, എന്നാൽ ദൈവത്തെ നമ്മൾ അനുസരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പാതയിലൂടെ നമ്മൾ നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളെ സ്വീകരിക്കുമെന്നും മടക്കി വരുത്തുമെന്നുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് ഉടമ്പടികളിലേക്ക് ദൈവം നമ്മളെ മടക്കി കൊണ്ടുവരും എന്നുള്ളതൊക്കെ നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അതൊക്കെ നമ്മൾക്ക് ദൈവം തരുന്ന പ്രത്യാശയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമല്ലേ. എന്ന് വെച്ചാൽ ദൈവം യെരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നീ എൻ്റെ യുദ്ധത്തിനുള്ള വെൺമഴുവാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി ദൈവം നമ്മളെ ഒരു യുദ്ധത്തിനായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഏത് യുദ്ധത്തിനായിട്ടാണ്? ആത്മയുദ്ധത്തിനായിട്ടാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി ഇതിലൂടെ ദൈവം നമ്മൾക്ക് തരുന്ന 2
സന്ദേശങ്ങളുണ്ട്. ഒന്നെന്താണ്? ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം പറയുന്നു, അവർ നിന്നെ ഭ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കുക കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യാക്കോബിൻ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി അവന്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. ഇവിടെ നമ്മൾക്ക് കാണുവാനുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്നറിയാവോ? മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ച് മറ്റുള്ളവരെന്താണ് മോശമായിട്ട് പറയുക. എന്തിനാ പറയുന്നത്? അവരോട് പറയുക, അവരെ നിന്നെ ഭ്രഷ്ട എന്നും ആരും നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു, ദൈവം പോലും നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു, നിന്നെ ഇനി ആർക്കും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തള്ളിക്കളയുമ്പോൾ അല്ലെങ്കിൽ യെരുശലേമിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ദൈവത്തിന് എന്താണ്? അവരോട് കരുണ തോന്നി. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും മറ്റുള്ളവരെ നമ്മളെക്കുറിച്ച് നിന്ദിക്കപ്പെട്ടവരെന്നോ മോശപ്പെട്ടവരെന്നോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയിട്ടേക്കുന്ന അവസ്ഥകളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ദൈവത്തിന് ആ ഒരു കാരണത്താൽ നമ്മളോട് കരുണ തോന്നും എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ വെറുപ്പിനാൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ പരിഹസിച്ച് നിനക്ക് ആരുമില്ലല്ലോ, നീ ഇത്രയും നാളും ആരാധിച്ചിട്ട് എന്തായി, നീ ബൈബിൾ എടുത്തിട്ട് എന്തായി, നീ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് എന്തായി എന്ന് പറഞ്ഞ് ദൈവം മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കുമ്പോൾ ദൈവം ആ നിന്ദയുടെ പുറത്ത്, നമ്മളുടെ കഴിവിൻ്റെ പുറത്തല്ല, നമ്മളുടെ വിശുദ്ധിയുടെ പുറത്തല്ല, ആ നിന്ദയുടെ പുറത്ത് ദൈവം നമ്മളെ ഇറങ്ങി വന്ന് വിടുവിച്ച് നമ്മളെ രക്ഷിക്കുമെന്നും നമ്മളുടെ പ്രവാസം മാറ്റി നമ്മളെ റീസ്റ്റോർ ചെയ്യുമെന്നുള്ളത് ദൈവത്തിൻ്റെ മഹാകരുണയാണ്. പലപ്പോഴും അങ്ങനെയല്ലേ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ പലപ്പോഴും മടുത്തു പോകും, വിശ്വാസം മടുത്തു പോകും. അപ്പോൾ നമ്മളെന്താണ്? പ്രാർത്ഥന വേണ്ട, ഉപവാസം വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മളെ എന്ത് ചെയ്യും? വിട്ടുകളയാതെ, നമ്മുടെ നിലംപരിച്ചാകാതെ, അല്ലേ കഴുകൻ്റെ കഥ പോലെ എന്താണ്? തൻ്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുമ്പോൾ നിലംപരിച്ചാകാതെ വന്ന് ചിറകിന്മേൽ വഹിക്കുന്നത് പോലെ ദൈവം, അല്ലേ, നമ്മൾ നിലംപരിച്ചാകാതെ അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകുമെന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മൾ തകർന്നു പോകാതെ അവസാന നിമിഷം ദൈവം നമ്മളെ വന്ന് രക്ഷിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മളുടെയൊക്കെ ജീവിതത്തിലില്ലേ? അതൊക്കെ എന്തുകൊണ്ടാണെന്നറിയാമോ? ചിലപ്പോൾ നമ്മളുടെ ആ ഒരു മടങ്ങി വരവിൻ്റെ ശ്രേഷ്ഠത കൊണ്ടായിരിക്കില്ല, മറ്റുള്ളവർ നമ്മളെ നോക്കി പരിഹസിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളിലൂടെ ദൈവത്തിൻ്റെ നാമം ദുഷിപ്പിക്കപ്പെടുമ്പോൾ അത് ദുഷിപ്പിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളോട് കരുണ കാണിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്, ഇനിയും വെളിപ്പെട്ട് വരുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് എന്നോട് ഇന്ന് സംസാരിച്ചതല്ല, ഇത് മിനിങ്ങാന്ന് ഞാൻ ഇടേണ്ട വീഡിയോ ആയിരുന്നു. അപ്പോൾ അന്നേരം എനിക്ക് ഇടുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ അത് ഞാൻ അന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം ഞാൻ എൻ്റെ ഡയറിയിലോട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിയെ ദൈവം പെട്ടെന്ന് എൻ്റെ മുൻപിലേക്ക് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഇടയായി. എന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കുമുള്ള ദൂതാണ്. കൂട്ടത്തിൽ പ്രത്യേകമായിട്ട് ഒരു ആൻറ്റി ആൻലെറ്റ് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി എൻ്റെ എല്ലാ വീഡിയോ കാണുകയും അതിനകത്ത് വന്ന് കമൻ്റ് ഇടുകയും ചെയ്യുന്ന ഒരു ആൻറ്റിയുടെ ഒത്തിരി വിഷമങ്ങൾ ആൻറ്റി അതിനകത്ത് പറയാറുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ആൻറ്റിയുടെ വിഷയങ്ങൾ കേട്ടിട്ട് നിസ്സഹായമായിട്ടിരിക്കാറുണ്ട്. ആൻറ്റിയോട് നമ്പർ ചോദിച്ചിട്ട് ആൻറ്റി അതൊന്നും കാണാറ് പോലുമില്ല. അപ്പോൾ ആൻറ്റിയോട് ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ആൻറ്റിയുടെ നമ്പർ ഒന്ന് ഇതിൻ്റെ അടിയിലൊന്ന് എഴുതണം. കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുവാൻ, ഇനി എന്നെയും കൊണ്ട് പറ്റിയില്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ് ആൻറ്റിക്കൊരു സഹായം ചെയ്യിപ്പിക്കുവാനൊക്കെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. ഇനി അതുകൂടാതെ ആൻറ്റി ഈ വചനം ഒന്ന് ഏറ്റെടുക്കണം. നമ്പർ തരുവാൻ ആൻറ്റിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആൻറ്റി ഈ വചനം ഏറ്റെടുക്കണം. ഇത് ഞാൻ ഈ വചനം ഡയറിയിലോട്ട് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് ആൻറ്റിയുടെ മുഖം എൻ്റെ മനസ്സിലോട്ടൊന്ന് പെട്ടെന്ന്, ആ പേരെൻ്റെ മനസ്സിലേക്കൊന്ന് പെട്ടെന്ന് വരുവാനായിട്ടിടയായി. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ഒരുപാട് പ്രാവശ്യം ഞാൻ വചനം പറഞ്ഞിട്ടുണ്ട്. ആൻറ്റി എന്നും സങ്കടങ്ങൾ പറയുന്നുണ്ട്. അന്നൊന്നും എനിക്കൊന്നും തോന്നിയിട്ടില്ല, ഒന്നും പറയുവാൻ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം എന്തോ ദൈവം എന്നോട് അങ്ങനെ വ്യക്തമായിട്ട് ഇടപെട്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ആൻറ്റി വചനം ഒന്ന് ഏറ്റെടുക്കുക. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, ഈ ഒരു വചനം പറഞ്ഞ് ആൻറ്റി പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ വചനം ഞാൻ ഏറ്റെടുക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെട്ട് വരട്ടെ കർത്താവേ എന്ന് പറഞ്ഞ് ആൻറ്റി ഈ വചനം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും എല്ലാം ആൻറ്റി ബെഡ് റിട്ടേൺ ആണല്ലോ, കിടപ്പാണല്ലോ. അപ്പോൾ ആൻറ്റി ഈ വചനം ഒന്ന് പറഞ്ഞ് ആ വചനത്തിൽ കൈവച്ച് പറഞ്ഞ് ഇത് ദൈവം എന്നോട് പറയുന്ന വാക്തത്വമാണെന്ന് പറഞ്ഞ് ആൻറ്റി ഏറ്റെടുക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരും ഇതേ സിറ്റുവേഷനിലൂടെ പോകുന്നവരും ഈ വചനം പറഞ്ഞ് നമ്മൾ വചനത്തെ കൈവച്ച് നമ്മളുടെ അവകാശമായിട്ട് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വചനം ദൈവമാണല്ലേ. ആ വചനത്തിൻ്റെ മേൽ എന്ത് ചെയ്യും? നമ്മളത് ഏറ്റു പറയുമ്പോൾ ആ വചനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ആ വചനത്തിൻ്റെ മേൽ ദൈവം എന്ത് ചെയ്യും? ജാഗരിച്ചുകൊണ്ടേയിരിക്കും. വചനം ദൈവമാണ്. അതുകൊണ്ട് ആ വചനത്തിന്മേൽ ദൈവം അത് നിവൃത്തിയാകുന്നിടം വരെ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിന്മേൽ ചലിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ വചനം റിപ്പീറ്റഡായിട്ട് പറഞ്ഞ് വചനം ഏറ്റെടുത്ത് വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ നമ്മൾ തയ്യാറാകുക. ആൻറ്റി മറക്കാതെ അത് ചെയ്യുക. ഓക്കെ.
ഇനി അടുത്തത്, ഇത് നമ്മൾക്ക് എല്ലാവർക്കും കൂടി ദൈവം തരുന്നതാണ് കേട്ടോ. അത് 31-ാം അധ്യായം ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31:3. അവിടെ എന്താ പറയുന്നത്? നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നിത്യസ്നേഹം കൊണ്ട് ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ദയ നമ്മളോട് ദീർഘമായിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മുടിഞ്ഞു പോകാത്തത്, നമ്മൾ നശിച്ചു പോകാത്തത്, വഴിയിൽ വെച്ച് നമ്മൾ തീർന്നു പോകാത്തത്, മറ്റുള്ളവരെ നമ്മളെക്കുറിച്ച് പഴിയും നിന്ദയും ദുഷിയും പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോൾ തള്ളി ദൈവം നമ്മളെ കളയാത്തതൊക്കെ എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ആ ഒരു നിത്യസ്നേഹം നമ്മളുടെ മേൽ വീണിരിക്കുന്നത് കൊണ്ടാണ്. നിത്യസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോളം നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം എന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ആകുന്നതല്ല. മാനുഷിക സ്നേഹങ്ങൾ അങ്ങനെയാണ്, ഇടയ്ക്ക് വെച്ചിട്ട് നിന്നു പോകും, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് അവർക്ക് എന്താണ് ഇഷ്ടക്കേടുകൾ ഉണ്ടാകും. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയല്ല, അത് നിത്യതയോളം നിലനിൽക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ട് ഈ ഒരു സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ മേൽ വീണിരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ദയ നമ്മൾക്ക് ദീർഘമാക്കിയിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചോണം. കർത്താവേ, അങ്ങയുടെ ആ ഒരു സ്നേഹത്താൽ എന്നെ ഒന്ന് പൊതിയണമേ, അങ്ങയുടെ ആ ഒരു ദയ എൻ്റെ മേലെ ഉണ്ടാകണമേ എന്ന് നമ്മൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണെന്നറിയാമോ? അതങ്ങനെ തന്നെ സംഭവിക്കുവാനായിട്ട് ഇടയാകും. ഒരു പാട്ടുണ്ടല്ലോ, നിത്യസ്നേഹത്താൽ, അങ്ങനെ ഒരു പാട്ടുണ്ട്. ഞാൻ പാട്ടുകാരിയല്ല, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു പാട്ടുണ്ടല്ലേ, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, ആ ഒരു പാട്ട്, അതൊക്കെ നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ ദൈവം, ഈ ഒരു വചനം ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ദൈവം എന്നോട് ഇടപെട്ട പാട്ടാണത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാട്ടൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണം. ചിലപ്പോഴങ്ങനെ ചില പാട്ടുകളാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്, ചില പാട്ടുകളാണ് നമ്മളെ ഒന്ന് പുനരുദ്ധരിക്കുന്നത്. അപ്പോൾ ഈ പാട്ടൊക്കെ നമ്മളൊന്ന് പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്രയാണെന്ന്. കാരണം എത്ര നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും പിന്നെയും ദൈവം നമ്മളെ മാടി വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ ആ ഒരു നിത്യസ്നേഹം നമ്മളെ വിട്ടുമാറാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മളുടെ കഴിവ് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വലിയ അതിവിശുദ്ധരായതുകൊണ്ടോ, നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ മികവ് കൊണ്ടോ, നമ്മളുടെ പ്രാർത്ഥനയുടെ പൂർണ്ണത കൊണ്ടോ ഒന്നുമല്ല കേട്ടോ. ദൈവത്തിൻ്റെ നിത്യസ്നേഹവും ദയവും നമ്മളെ വിട്ടുമാറാത്തത് കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കി വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് ജയമേറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാകുക. നിത്യസ്നേഹത്താൽ നമ്മളെ സ്നേഹിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു തൃപ്പാദത്തിലേക്ക് മടങ്ങി വരുവാൻ നമ്മൾ തയ്യാറാകുക. അങ്ങനെയാണെങ്കിൽ ഇന്നലകളിൽ നമ്മൾ ഒഴുകിയ കണ്ണുനീരിനൊക്കെ ഒരു പ്രതിഫലം ദൈവം തരും കേട്ടോ. ഇന്നലകളിലെ നമ്മളുടെ കണ്ണുനീരൊക്കെ ദൈവം തുടച്ച് നമ്മളെ മാനിക്കുന്ന, നമ്മളെ മടക്കി വരുത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.